ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഫിലിമിന് പോയിരിക്കുകയായിരുന്നു. എടപ്പാൾക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ 4 ആളും 4 സ്ഥലത്തുള്ളവർ. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്ഥലത്ത് എടപ്പാൾ വെച്ചിട്ട് കാണാൻ പറ്റും, എളുപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ എടപ്പാൾക്ക് വന്നതാണ്. പിന്നെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു, സ്വാതി. പക്ഷേ അവൾക്ക് പെട്ടെന്ന് വയ്യാഞ്ഞിട്ട് അവളുടെ വരവ് ക്യാൻസലാക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്കും വരാൻ പറ്റിയിട്ടില്ല, സബിത. അങ്ങനെ ഞങ്ങൾ 4 പേരാണ് പിന്നെ ഫിലിമിന് വന്നത് കേട്ടോ. അപ്പം ഞങ്ങളത് 5 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരാളുടെ മോനും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു, ഉള്ളിലോട്ട് കയറി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. സ്റ്റാർ പോലെ ഉണ്ട്, മേലെ ഫുള്ള് സ്റ്റാർ ഇതായ പോലെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുകളിൽ 5 സീറ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഫിലിമൊക്കെ കണ്ടു ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഞങ്ങൾ മെല്ലെ ഇറങ്ങി വന്നു. ഫിലിം കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നു. അപ്പോൾ ഞങ്ങൾ താജ്, എടപ്പാൾ സെൻറ്ററിലുള്ള ഒരു താജ് ഹോട്ടലുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ വലിയ പരിചയമില്ല, വന്നിട്ടുണ്ട്. പക്ഷേ ഹോട്ടലും കാര്യങ്ങളും നമുക്ക് വലിയ കാര്യമായിട്ട് അറിയില്ല. അപ്പോൾ പ്രേമ ചേച്ചി ഉണ്ട്. അപ്പോൾ പ്രേമ ചേച്ചിയാണ് പറഞ്ഞത് ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ്, അപ്പോൾ നമുക്ക് ഇവിടെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി മുന്നേ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടേക്ക്. ഇതാണ് പ്രേമ, മറ്റാൾ ജീജു കേട്ടോ. പിന്നെ ഉള്ളത് ഇയാൾ ബിന്ദു, പിന്നെ ബിന്ദുവിൻ്റെ മോനാണ് യദു. അപ്പോൾ നമ്മൾ എന്താണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയായിരുന്നു. എന്തൊക്കെയാണ് വാങ്ങേണ്ട, ഓരോരുത്തരും പല അഭിപ്രായത്തിൽ നിൽക്കുമായിരുന്നു കേട്ടോ, ഏത് വാങ്ങണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എനിക്കുള്ളത് ആദ്യം പറഞ്ഞു, ഞാൻ ഹാഫ് ബീഫ് ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോരുത്തരും ഓരോന്നൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ബിരിയാണി ആയിരുന്നു. പിന്നെ റേറ്റും 80 രൂപയുള്ളൂ. ഞങ്ങൾ എ സിയിലാണ് ഇരുന്നിരുന്നത്. ചില ഷോപ്പിലൊക്കെ എ സിയിൽ ഇരുന്നിട്ട് ഒക്കെ ആകുമ്പോൾ റേറ്റ് കൂട്ടാറുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല പെരുമാറ്റം കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ താജ് നല്ലൊരു ഹോട്ടലാണ്, കാരണം നല്ല ഫുഡിന് എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുമല്ലോ. പിന്നെ നമ്മൾ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഹൈപ്പർ മാർക്കറ്റ് നമ്മൾ എടപ്പാളിലുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് ജസ്റ്റ് അത്തറിൻ്റെ കടകളൊക്കെ കണ്ടു. ഫസ്റ്റ് എൻട്രിയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് വാങ്ങിയില്ല, അവിടെ നിന്ന് പോന്നു. അപ്പോൾ ഞങ്ങൾ നേരെ മുകളിലാണ്. താഴെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ. പിന്നെ മുകളിൽ ഡ്രസ്സും ചെരുപ്പും ഫാൻസി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കണ്ണ് പോകുന്നത് ഫാൻസിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫാൻസി. എനിക്ക് ഡ്രസ്സിനേക്കാളും ജ്വല്ലറിയേക്കാളും ഒക്കെ ഇഷ്ടം എനിക്ക് ഫാൻസിയാണ്. ഭയങ്കരമായിട്ട് ഒരു അഡിക്റ്റഡാണ് ഫാൻസി എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ കയറാതിരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെറിയ കമ്മലെങ്കിലും വാങ്ങിയിട്ട് പോരേണ്ടി വരും. അപ്പോൾ ഈ കമ്മൽ എനിക്കിഷ്ടമായി. ഈ കമ്മൽ ആകെ 2 പീസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും വാങ്ങി. 20 രൂപയുള്ളൂ കേട്ടോ. പിന്നെ ഈ കമ്മൽ പ്രേമ ചേച്ചി വാങ്ങിയിട്ടുണ്ടായിരുന്നു, 35 രൂപയുള്ളൂ. അതൊരു വെറൈറ്റി ആയിരുന്നു. പിന്നെ അവിടുത്തെ സ്റ്റാഫൊക്കെയാണ്. നമ്മൾ മുന്നേ പോയിട്ടൊന്നുമല്ല, ഇപ്പോൾ പോകുന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് ട്രഡീഷണൽ മാലകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മോഡേൺ കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ കുറച്ച് കമ്മലൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഓരോന്ന് വാങ്ങി. എനിക്ക് ബാംഗിൾസ് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു സിമ്പിളാണ് അത്, ഒരു നമ്മളെന്താ പറയുക, സിമ്പിളായിട്ട് ഇടാനൊക്കെ പറ്റിയതാണ്. ഇതൊരു പാർട്ടി വെയർ പോലത്തെ ഒരു പാർട്ടി മീൻസ് ഫംഗ്ഷന് പറ്റിയിട്ടുള്ളതാണ്. 85 രൂപയുള്ളൂ. അത് കുഴപ്പമില്ലാത്ത റേറ്റാന്ന് തോന്നി. പിന്നെ ഇതൊരു ട്രഡീഷണലാണ് കേട്ടോ, നല്ല സാരിക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു കമ്മലായിരുന്നു, നല്ല ഭംഗിയുണ്ട്. അതിന് റേറ്റ് ഉണ്ട്, അതിന് 100 സംതിങ് 200 രൂപയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ ഒരു മാല, അവിടെ ഒരുപാട് മാല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സിന് മാച്ചാവുന്ന രീതിയിലുള്ളൊരു മാല, ജോക്കർ പോലൊരു മാലയായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും ഞാൻ ആ മാല എനിക്ക് വാങ്ങിയില്ല കേട്ടോ, ആ മാല ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. ഞങ്ങളങ്ങനെ കുറച്ച് വളയും മാലയും കമ്മലൊക്കെ ഒന്ന് എടുത്തു. കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. നല്ല റേറ്റ് നല്ല കൂടുതലാണെന്നൊന്നും പറയാൻ പറ്റില്ല, കുഴപ്പമില്ല കേട്ടോ, നല്ല കളക്ഷൻ ഉണ്ട്.
ഈ വള നല്ല പാർട്ടി വെയർ ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. റിസപ്ഷനൊക്കെ സൂപ്പറാവും. കാരണം വേറെ ഒന്നും നമ്മുടെ കയ്യിൽ വേണ്ട. 2 വള ഒരു കയ്യിലും 2 വള ഒരു കയ്യിലും ആയിക്കഴിഞ്ഞാലും സൂപ്പറാണ്. അതെനിക്കിഷ്ടമായി. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ അവിടെ നമ്മൾ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. അവിടെ ഫുൾ ഇതിലധികവും വെസ്റ്റേൺ ഡ്രസ്സുകളാണ് കൂടുതൽ. മോഡേൺ ഡ്രസ്സും ജീൻസും ടോപ്പൊക്കെയാണ്. ഒരു വെറൈറ്റി നല്ല അടിപൊളി കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കയറി വരുമ്പോൾ തന്നെ കണ്ടോ നല്ല മോഡേൺ ഡ്രസ്സൊക്കെയാണ്. ഇപ്പോഴത്തെ ജനറേഷന് പറ്റിയ എല്ലാ കളക്ഷനും അവിടെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കിയിട്ട് വരികയാണ്. ഞങ്ങൾ ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ വർഷത്തിലൊരിക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോവാറുണ്ട്. ഇങ്ങനെ ഇതുപോലെ ഒരു ദിവസം ഞങ്ങൾക്കാക്കിയിട്ട് ഞങ്ങൾ മാറ്റി വയ്ക്കാറുണ്ട്. ഒരു ദിവസം ഞങ്ങൾ ഫുള്ളായിട്ടൊന്ന് പോവും. അപ്പോൾ ഞങ്ങളുടെ ഹസ്ബൻഡുമാരാണ് ഞങ്ങളതിന് സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. കാരണം നമ്മൾ ഞങ്ങളതിനെ ഇതുപോലെ ഞങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ നിന്ന് പോകാൻ ഞങ്ങളിതുപോലെ ഞങ്ങൾക്ക് കറങ്ങാൻ പോകാനൊക്കെ പെർമിഷൻ തരുന്നതും അവരാണ്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇങ്ങനൊരു സംഭവം പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇതുപോലെ പോകാറുണ്ട്. ഇനിയും ഇതുപോലെ പോകാൻ പറ്റട്ടെ എന്നുള്ള പ്രാർത്ഥിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് ഇതിൽ ഇപ്പോൾ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു സങ്കടമുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളെന്തായാലും ഞങ്ങളിങ്ങോട്ട് പോകുന്നു. ഇനി അവരെയും കൂട്ടിയിട്ട് ഒന്ന് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട്. സ്കൂൾ വെക്കേഷൻ കഴിയുന്നതിന് മുന്നേ ഒന്ന് പോകണം. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണെങ്കിലും ബ്ലാക്ക് മേലേക്ക് തന്നെ വരുള്ളൂ. പിന്നെ എനിക്ക് ഹീലുള്ള ചെരുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ ചെരുപ്പ് എനിക്ക് കുറച്ച് ഓവറായിരുന്നു. 6 ഇഞ്ചാണ് ആ ചെരുപ്പ് വരുന്നത്. എനിക്ക് 5 ഇഞ്ചേ പറ്റുള്ളൂ. ഏറ്റവും ചെറിയ സൈസാണ് എൻ്റെ കാല്. അതുകൊണ്ട് എനിക്ക് ആ ഹീൽ എനിക്കിഷ്ടമാണ്. എന്താ വെച്ചാൽ 2 സൈഡ് ഒരുപോലെ ഹീലായിരിക്കണം. എനിക്ക് ബാക്ക് മാത്രം ഹീലായിട്ടും താഴെ താന്നിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ബാക്ക് പെയിൻ വരും. എനിക്ക് ആ ഒരു ടോപ്പ് ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ പ്രേമ ചേച്ചി പറയുന്നത് ആ ടോപ്പ് എടുത്തോ, എന്നിട്ട് നമ്മൾ ഗോവയിലേക്കൊക്കെ പോകുമ്പോൾ ഇടാം, ഫുൾ സീനറിയാണ് എന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇതാ ബാഗൊക്കെ നോക്കുന്നുണ്ട്. നല്ല നല്ല ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് വേറൊരു കടയിലായിരുന്നു കേട്ടോ, ആ കടയല്ല. അപ്പോൾ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളും ടോപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ടോപ്പ് എടുത്തിട്ടില്ല, ഫ്രണ്ട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് മുകളിലത്തെ 3ാമത്തെ നിലയാണ് കേട്ടോ. മുകളിൽ ഫുഡും കാര്യങ്ങളും ഇരുന്ന് കഴിക്കാൻ ഐസ്ക്രീമും പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ടോ. നമ്മളെന്തായാലും അവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം നമുക്ക് പ്ലേ ചെയ്യാനുള്ള കുട്ടികളാരും അങ്ങനെ കളിക്കാനുള്ള കുട്ടികളൊന്നും ആരും വരാത്ത കാരണം നമ്മളവിടെ നിന്നില്ല. നമ്മൾ താഴോട്ട് തന്നെ വന്നു. താഴെ വന്നിട്ട് പിന്നെ ഇതാ ഇവിടെ നമ്മുടെ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് തരുന്ന കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നല്ല ഗ്ലേസിങ് ആയിട്ട് ഗ്ലോ ആയിട്ട് ഫുൾ ടൈം നിൽക്കുന്ന ലിപ്സ്റ്റിക്ക് ഏതാണെന്നൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ട്. നല്ല നല്ല സ്റ്റാഫായിരുന്നു കേട്ടോ, നല്ല കമ്പനി ആയിരുന്നു. നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങി. എന്നിട്ട് നമ്മളതാ അവിടെ നിന്ന് പോകുന്നുണ്ട്. ചെറിയ ലിപ്സ്റ്റിക്ക് ഏറ്റവും ചെറുത് നമ്മൾ വാങ്ങിയാൽ മതി, നമുക്ക് ഇഷ്ടപ്പെടുമോ എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. എല്ലാവരും ഇപ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരമായി. ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ വൈകിട്ടായി. ഇനി നേരെ അവിടെ നിന്ന് വന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ തൃത്താലെത്തി കേട്ടോ. തൃത്താലെത്തിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുമ്പോൾ മോൾക്ക് ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ച് പപ്സ് വാങ്ങാൻ അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് തൃത്താലയിൽ നിന്ന് പപ്സ് വാങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.